ഹലോ, അസ്സലാമു അലൈക്കും. രാത്രിക്കത്തെ ഭക്ഷണം എന്താ ആക്കണ്ടേന്ന് ഇങ്ങനെ തലപൊഞ്ഞാലോചിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവ് നല്ല ചൂടുള്ള പൊറോട്ട കുട്ടികളടുത്ത് കൊടുത്തേക്കുന്നു. സമാധാനമായി. രാത്രിക്കത്തെ വലിയൊരു ടാസ്കിൽ നിന്ന് ഒഴിവായല്ലോ എന്നുള്ള സമാധാനത്തിൽ കറിയുടെ ചട്ടി പോയി മെല്ലെ നോക്കിയപ്പോൾ കറി മൊത്തം കാലി. അത് പിള്ളേർ മൊത്തം കഴുകി വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ക്ലീനാക്കി വടിച്ച് വെച്ചിന്. അങ്ങനെ മക്കളെ പെട്ടെന്ന് ഏതാ കറിയാകുക എന്നിങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് എൻ്റെ ചിന്താധാരയിൽ മുട്ടക്കറി വേഗം ആവും എന്നുള്ളൊരു ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ മുട്ടക്കറിക്ക് ഇപ്പം തുന്നിയിരിക്കുകയാണ്. വേഗം 5 മുട്ട എടുത്ത് ഉപ്പിട്ട് പുഴുങ്ങി കുക്കറിൽ വെച്ച് 4 വിസിലടിച്ച് ഇപ്പോൾ തക്കാളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം മുറിച്ചിട്ട് അതിനൊന്ന് എണ്ണയിലിട്ട് വഴറ്റി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണയും പറന്ന് ഇനി ഈ മുറിച്ചിട്ട പച്ചമുളകും തക്കാളിയും ഉള്ളിയെല്ലാം അതിൽ നിന്നിട്ട് വഴറ്റി അത് വഴഞ്ഞ് വരുമ്പോൾ ഇനി നമുക്ക് അതിനൊരു അരപ്പ് പെട്ടെന്ന് തയ്യാറാക്കാം. അരപ്പ് തേങ്ങ, അതിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ചെറിയ ജീരകം എല്ലാം കൂടി ഒന്നിച്ച് പെട്ടെന്നൊന്ന് അരച്ച് നമുക്കിതിലേക്ക് പാരാം. രാത്രി ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. പിള്ളേർക്ക് പഠിക്കാനുണ്ടാവും, അവരെ പഠിപ്പിച്ചു കൊടുക്കാനുണ്ടാവും, അതിൻ്റെ ഇടയിൽ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ രാത്രിയായാലും തീരെ സമയം ഉണ്ടാകാറില്ല. അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഭർത്താവ് ഇങ്ങനെ എന്തെങ്കിലും സർപ്രൈസായിട്ട് ഇങ്ങനെ രാത്രി എന്തെങ്കിലും ഫുഡെല്ലാം കൊണ്ടു തന്നാൽ അത് വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നാറില്ലേ? തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. കറിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് ഉപ്പും ചേർത്ത് ഇനി പുഴുങ്ങി വെച്ച മുട്ടയും കൂടി ചേർത്ത് കഴിഞ്ഞ് കറിവേപ്പിലിട്ട് നല്ല ഒന്നൊന്നാം തരം കറിയായി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീട്ടമ്മമാർക്ക് രാത്രി ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതേപോലെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികളും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി സമയം ലാഭിക്കുക. കുട്ടിയൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സമയം കണ്ടെത്തുക. അങ്ങനെ മക്കളെ, എൻ്റെ നല്ല അടിപൊളി മുട്ടക്കറിയും നല്ല പൊറോട്ടയും ഇവിടെ റെഡിയായി. പൊറോട്ട ഞാൻ ആക്കിയതല്ല, എന്നാലും പൊറോട്ടയ്ക്ക് കോമ്പിനേഷൻ മുട്ടക്കറി. രാത്രി ഇനി സമാധാനമായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.